ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇന്ന് നമ്മളൊരു സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങൾ കാർ സ്പാലോ വന്നിരിക്കുന്നത്, കാർ സ്പാ, അതായത് കുരിയച്ചിറ ബബിൾസ് കാർ സ്പാ. അപ്പോൾ നമ്മുടെ വണ്ടി 2010 മോഡൽ GS 150R എന്ന് പറയുന്ന സുസുക്കിയുടെ. എൻ്റെ ഞാൻ ഈ പുതിയത് മേടിച്ച വണ്ടിയത് 15 കൊല്ലം യൂസ് ചെയ്തു. ഇപ്പോൾ റീടെസ്റ്റായി. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ട് വണ്ടി കഴുകാൻ കൊണ്ട് നോക്കണം. അപ്പോൾ ആദ്യം ഒരു വെള്ളമൊഴിച്ച് ഒന്ന് നനച്ച് ബോഡി വാഷ് ആരംഭിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി കുറേ നാളത്തെ കാത്തിരിപ്പാണ്. ഒരു കൊല്ലമായി ഇത് പറയാം. ഒരു കൊല്ലം 1 മാസമായി വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് ലേറ്റായിപ്പോയി. പിന്നെ വേറെ വണ്ടിയുള്ളത് കൊണ്ട് വിഷയം ഉണ്ടായിരുന്നില്ല. ജോയേട്ടൻ, നമ്മുടെ ഒല്ലൂരുള്ള ജോയ് വർക്ക്ഷോപ്പിലെ ജോയ് മോട്ടോർ ഗ്യാരേജിലെ ജോയേട്ടനാണ് ഇതിൻ്റെ പണികൾ ഫുള്ള് ചെയ്തത്. അപ്പോൾ അതിന് ലാസ്റ്റായപ്പോൾ കാർബറേറ്റർ ഇതിപ്പോൾ അവർ വാഷിങ് ആരംഭിച്ചു കേട്ടോ. വീണ്ടും വെള്ളം അടിക്കുകയാണ്. സോപ്പിട്ടൊന്ന് കുളിപ്പിച്ച് ഇപ്പോൾ രണ്ടാമത് വെള്ളം ഫോഴ്സിലടിക്കണം. ഓരോ സ്റ്റേജുകളാണ് കേട്ടോ ഇതിൻ്റെ ബോഡി വാഷിൻ്റെ. കളറ് നമ്മുടെ ഒരു സെലക്ഷനാണ് കളറ്. ഇത് വണ്ടി ഓറഞ്ചായിരുന്നു, ഇപ്പോൾ ഒരു ബ്ലഡ് റെഡ് കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വേറെ അധികം സ്റ്റിക്കർ വർക്കൊന്നും ഇല്ലാതെ അതിൻ്റെ ഒരു ഒറിജിനൽ രൂപത്തിൽ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് ഷാംപൂ സ്പ്രേയിങ് ആണ്. ഇത് ടീപോളി ബോഡി ഷാംപൂ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. ഇത് ഇൻ്റർനാഷണലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സർവീസ് സെൻറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂ ആണ് ടീപോളി. അത് കഴിഞ്ഞ് അത് ഇട്ടിട്ടൊന്ന് തുടച്ച് പിന്നെ വീണ്ടും 2ാം ഘട്ടം കഴുകലുണ്ട്. അപ്പോൾ വണ്ടി അങ്ങനെ പണിത് വന്ന് അതിൻ്റെ ഇടയിൽ കാർബറേറ്റർ കിട്ടാൻ ബുദ്ധിമുട്ടായി. പട്ടാളത്തിൽ നിന്ന്, തൃശ്ശൂർ പട്ടാളത്തിൽ നിന്നൊക്കെ 1-2 മേടിച്ചെങ്കിലും അത് ശരിയായില്ല. അവസാനം പുതിയത് ബുക്ക് ചെയ്യേണ്ടായത് അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ സ്പാട്ടാ, ബബിൾസ് കാർ സ്പാ, നിയർ കുരിച്ചിറയ്ക്കും ഒല്ലൂരിനിടയ്ക്കാണ് ഈ സ്ഥലം. 200 രൂപയുള്ളൂ ബോഡി വാഷിന്, ബൈക്കിന് വേണ്ടിയിട്ട്. നല്ല തിരക്കുള്ള സമയമാണ്. വെള്ളിയാഴ്ച, ഫ്രൈഡേ ഈവനിങ് ആണ്. വേറെ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ പതുക്കെ ടീപ്പോളി കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് വാഷ് ചെയ്യണം. ജോയേട്ടൻ ഉഷാറിന് ആളെൻ്റെ ഒപ്പം വരാൻ പറയുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചോട് പോകും. അപ്പോൾ ഇതിൽ കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടായിരുന്നു പല സമയത്തും. വണ്ടി പണി നീങ്ങാണ്ടായപ്പോഴേ. പക്ഷെ ആള് ലേറ്റായാലും ലേറ്റസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ വണ്ടി അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. ഇതിപ്പോൾ ബോഡി ഇത് കഴിഞ്ഞ് വെള്ളമടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എയർ വാഷിങ് ഫുള്ളായിട്ട് എയർ കൊണ്ട് വണ്ടിയുടെ വെള്ളമടിച്ച് മുഴുവൻ ഗ്യാപ്പുകളിൽ നിന്നൊക്കെ കംപ്ലീറ്റ് പ്ലഗ് പോയിൻ്റ് അതിൽ എല്ലാത്തിനും വെള്ളം എയർ അടിച്ച് കളയാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കാണ്. ഈ എയർ അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു തുണി വെച്ചിട്ടൊരു തുടക്കലും കൂടിയിട്ട്. ജോയേട്ടൻ ഫുൾ ടൈം ഉണ്ട്. ജോയേട്ടൻ കോയമ്പത്തൂർ RX100 യമഹ RX100ൻ്റെയൊക്കെ മെക്കാനിക്കായിരുന്നു. പിന്നെ കുറേ നാൾ കോയമ്പത്തൂരുണ്ടായിരുന്നു. വണ്ടി യമഹ RX റീസ്റ്റോറേഷനും പരിപാടിയൊക്കെ ആൾ എക്സ്പെർട്ടാണ്. ആൾ ഒല്ലൂർ ചീരാച്ചി വളവിൽ ആണ്, ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ കുറച്ച് ഇപ്പോൾ പ്രായത്തിൻ്റേതായിട്ടുള്ള കുറച്ച് സ്ലോ വന്നുണ്ട്. എന്നിരുന്നാലും സംഭവം വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ടെസ്റ്റിനെ കൊണ്ടുപോകണം. നാളെ മറ്റന്നാളായിട്ട് ടെസ്റ്റിന് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ അവസാനഘട്ട തുടക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഞങ്ങളത് കഴിഞ്ഞ് ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്നത്. ജോയേട്ടൻ ലൈറ്റ് ഇപ്പോൾ നമ്മൾ കഴുകിയപ്പോഴേ ഷോർട്ട് വല്ലതും വന്നിട്ടുണ്ടോ എന്തായാലും എല്ലാ ലൈറ്റും ചെക്ക് ചെയ്ത് നല്ല വാഷിംഗ് ആയിരുന്നു കേട്ടോ. നല്ല നമ്മൾ കുറച്ച് പണി എടുത്തതിൻ്റെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓയിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ക്ലിയറായി.
അപ്പോൾ ആർക്കെങ്കിലും വർക്ക്ഷോപ്പ് യമഹ മാത്രമല്ല RX 100 അതുപോലെ തന്നെ ആക്റ്റീവ സ്കൂട്ടറിൻ്റെ ഒക്കെ മെയിൻ ആളാണ് ജോട്ടൻ. അപ്പോൾ വണ്ടിയുടെ പണി ഫുള്ള് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള റീലോഡഡ് GS റീലോഡഡ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഒരു യാത്ര, ഇനി ഇതിലാണ് നമ്മളെ യാത്രകൾ. ഇത് ഈ 2 ലക്ഷം ഓടിയ വണ്ടിയായിരുന്നു കേട്ടോ. 14 കൊല്ലം കൊണ്ട് 2 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച്, അതിൽ കൂടുതൽ സഞ്ചരിച്ച വണ്ടിയായിരുന്നു. അതിപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പോണു യാത്രകൾ.